കൂട്ടുകാരെ നമുക്കിന്ന് ചക്കയും പോട്ടിയുമാണ് കേട്ടോ. അപ്പം ഞാൻ ചക്ക ഒരുക്കുന്ന തിരക്കിലാണ്. നമ്മൾ മലയാളികൾക്കൊരു സ്വഭാവമുണ്ട്, ചക്ക കിട്ടിക്കഴിഞ്ഞാൽ അത് പച്ച ചക്ക ഒരുക്കുന്ന സമയത്ത് കുറച്ചെടുത്ത് വായിലിട്ട് കഴിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ അത് ഒരുക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പോട്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കഴുകി വൃത്തിയാക്കണം എന്ന് പറയുന്നത് ആദ്യം ഞാൻ വെറുതെ വെള്ളത്തിലിട്ട് കുക്കറിലിട്ട് വെച്ചിട്ട് അതിൻ്റെ വെള്ളം കളയും. രണ്ടാമത് ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടിയിട്ട് ഒന്നാക്കിയിട്ട് അതിൻ്റെ വെള്ളം കളഞ്ഞ് മൂന്നാമത് മാത്രമേ ഞാനത് എടുക്കത്തുള്ളൂ. അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വേപ്പിൻ്റെ ഇല, സബോള, ഉള്ളി കൂടുതൽ ചേർക്കണം, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പിന്നെ തേങ്ങാക്കൊത്ത് ഇത്രയും ഇട്ടിട്ട് ഞാൻ വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ എണ്ണ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം ഇടുന്നത് ഇഞ്ചിയാണ് കേട്ടോ. പിന്നെ വെളുത്തുള്ളി ഇടും. അത് കഴിയുമ്പോൾ ഞാൻ തേങ്ങാക്കൊത്ത് ഇടാം, ഒന്ന് മൂത്ത് വരാനായിട്ട്. അത് കഴിഞ്ഞ് ഉള്ളി ഇടും. കുറേ അധികം എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് ഏറ്റവും അവസാനമാണ് ഞാൻ എന്തിടാൻ പോകുന്നത്, സബോള ഇടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ സബോള ഇടുമ്പോൾ ഒരു ഇച്ചിരി ഉപ്പ് ഞെരടിയിട്ട് ഇടുകയാണെങ്കിൽ ആ കൂട്ടിലേക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ ഞാൻ സബോള ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് വേപ്പിൻ്റെ ഇലയും കൂടി ഇടാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മൂത്ത് നല്ല പരിവേപ്പത്തിലേക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നത് കാണിക്കാൻ മറന്നു പോയി കേട്ടോ. അപ്പോൾ ഇത് വെന്ത് 3 പ്രാവശ്യം വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം 2 പ്രാവശ്യം വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം മൂന്നാമത് ഞാൻ വെള്ളം ഒഴിച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മസാലപ്പൊടി എല്ലാം കൂടിയിട്ട് വേവിച്ച ആ പരുവത്തിലേക്ക് നമ്മൾ ആ മൂപ്പിച്ച സംഭവം കൂടി ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ പോട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങളുടെ ചക്കയും വെന്തും മീൻകറിയും കൂട്ടിയിട്ട് ചക്കയും പോട്ടിയും മീൻകറിയും കൂടി കൂട്ടി കഴിക്കുന്ന രംഗമാണ് കാണുന്നത്. നല്ല ടേസ്റ്റായിരുന്നു. ഇതാണ് പൊട്ടിക്കഷ്ണം, സൂപ്പറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറച്ച് വാങ്ങിച്ച് ഉണ്ടാക്കി നോക്കൂ. താങ്ക്